ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഒരു സങ്കടത്തിന്റെ പുറകിൽ ഒരു സന്തോഷം കൂടി നമുക്ക് നമ്മുടെ ക്രിയേറ്റർ കരുതി വെച്ചിട്ടുണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ വിൽ സ്മിത്തിന്റെ വിൽ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിലെ വിൽ സ്മിത്തിന്റെ അച്ഛൻ പറയുന്നുണ്ട് അവരുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു മതില് കെട്ടണം, ഒരു വലിയൊരു മതില് കെട്ടണം എന്ന് പറയുന്നുണ്ട്. അത് അച്ഛനും അമ്മയും വിൽ സ്മിത്തും കൂടിയിട്ടാണ് കെട്ടേണ്ടത്. അപ്പൊ വിൽ സ്മിത്ത് പറയുന്നുണ്ട് ഇത്രയും വലിയൊരു മതില് നമ്മൾ തന്നെ കെട്ടും, അത് ഒരിക്കലും പോസിബിൾ ആയിരിക്കില്ല എന്ന് പറയും. അപ്പൊ അവന്റെ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മള് വലിയ മതില് എന്നതിലേക്ക് ശ്രദ്ധിക്കാതെ, ഇപ്പൊ ഒരു വലിയ പ്രശ്നം എന്നതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ എന്താണ് നമ്മൾ വയ്ക്കുന്ന ആ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ, ആ ഒരു കട്ട, ആ ഒരു ബ്രിക്കിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മള് ഇപ്പൊ വയ്ക്കുന്ന സ്റ്റെപ്പ്, ആ ഒരു കട്ട എന്താണോ ആ ഒരു കട്ടയിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറെ മാസങ്ങൾക്ക് ശേഷം ആ ലാസ്റ്റത്തെ ഒരു ബ്രിക്ക് വെക്കുമ്പോൾ വിൽ സ്മിത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ആ വച്ചോണ്ടിരുന്ന ഓരോരോരോ കട്ടകളിലേക്ക് ശ്രദ്ധിച്ചതല്ലാതെ ഇത് എന്ന് തീരുമെന്നോ ഇത്രയും വലിയൊരു മതിലാണല്ലോ നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന ആ ഒരു വലിയൊരു ബന്ധത്തിലേക്ക് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോ സ്റ്റെപ്പ് എന്താണോ ആ ഒരു സ്റ്റെപ്പിലേക്കാണ് അദ്ദേഹം മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾക്ക് വരുന്ന ഓരോരോ എന്താ പറയാ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ആ പ്രശ്നത്തിൽ നിന്ന് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം ആടുജീവിതം അറിയില്ല എല്ലാവർക്കും. ആടുജീവിതം എന്ന് പറഞ്ഞ സ്റ്റോറി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അറിയില്ലേ? അറിയാം അറിയാം. ഓക്കെ, അപ്പൊ ആടുജീവിതം ഈ അടുത്തൊരു സിനിമയായിട്ട് വന്നു അല്ലേ? അപ്പൊ ആ സിനിമയുടെ ഇന്റർവ്യൂല് AR റഹ്മാനോട് പൃഥ്വിരാജ് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ കേട്ടു. എന്താ വെച്ചാല് ആഹ് ഏറ്റവും ജീവിതത്തിന്റെ ഏറ്റവും മോശം സിറ്റുവേഷനിൽ കൂടെ നമ്മുടെ നജീബ് ആ ഒരു ആടുജീവിതം കഥയിലെ ക്യാരക്ടർ കടന്നു പോയിട്ടുണ്ട്. അത്രയും മോശം സിറ്റുവേഷനിലൂടെ കടന്നു പോയപ്പോഴും നജീബ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും എന്ന് പൃഥ്വിരാജ് AR റഹ്മാനോട് ചോദിച്ചു. അപ്പൊ AR റഹ്മാൻ പറഞ്ഞ രണ്ട് കാരണം പറഞ്ഞു. രണ്ട് കാരണങ്ങളായിരിക്കും. ഒന്ന് ഈ പറയും പോലെ എന്താ നജീബ് ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമില് ആത്മഹത്യ ഹറാമാണ്. നമ്മളെ ജീവൻ നശിപ്പിക്കുക എന്നൊരു ഓപ്ഷൻ അതിലില്ല. അപ്പൊ അത് ഹറാമായതുകൊണ്ട് തന്നെ ആ ചിലപ്പോ അതുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മളെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിൽ ഏറ്റവും ഒരു മോശം സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് രണ്ട് ഓപ്ഷൻസ് തരുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ നമുക്ക് അതിൽ ഒരു നമുക്ക് നമ്മുടെ ലൈഫിന് കിട്ടുന്ന ഒരു പണിഷ്മെന്റ് ആയിട്ട് അതിനെടുക്കാം. പണിഷ്മെന്റ് ആയിട്ട് എടുത്ത് എന്റെ ലൈഫ് ഇങ്ങനെയാണ്, എനിക്കൊട്ടും എന്താ പറയാ മുമ്പോട്ട് പോകാൻ പറ്റില്ല, ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല, ആ ഒരു രീതിയിൽ എടുക്കാം. അതല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് അതിന് നമ്മുടെ ലൈഫ് തരുന്നൊരു ചലഞ്ചായിട്ട് എടുക്കാം. ചലഞ്ചായിട്ട് എടുത്ത് ആ ഒരു പ്രശ്നത്തിനെ നമുക്ക് ഫൈറ്റ് ചെയ്ത് തോപ്പിച്ച് മുമ്പോട്ട് പോകാം. അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട എന്താ വെച്ചാല് നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ തളർന്നിരിക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അപ്പൊ എന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു കാര്യം നമ്മൾ ചെയ്യാം. അപ്പോ എയ്റ്റീസിലാണ് നജീബ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ നേരിട്ട് ഒരു മരുഭൂമിയിൽ അത്രയും കഷ്ടപ്പെടുന്നത്. അപ്പൊ എയ്റ്റീസില് ഇങ്ങനെ കുറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയ നജീബ് രക്ഷപ്പെട്ടു വന്ന് ഇത് പുസ്തകമായി. പുസ്തകം എന്ന് പറയുമ്പോൾ ലക്ഷങ്ങളോളം കോപ്പികൾ വിറ്റുപോയിട്ടുണ്ട്. അത് മാത്രമല്ല കുറെ വർഷങ്ങൾക്ക് ശേഷം ഇതിങ്ങനെ ഒരു സിനിമയാകുന്നു. അതുപോലെ ഇന്റർനാഷണൽ ലെവലില് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു ചരിത്രം അല്ലെങ്കിൽ ആ ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറി നജീബിന് ഉണ്ടാക്കാൻ പറ്റുമെന്നും അദ്ദേഹം ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ അത്രയും കഷ്ടപ്പാട് അനുഭവിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നപ്പോ അത് അത്രയും വലിയതായിട്ട് നമ്മുടെ ലോകം ചർച്ച ചെയ്തു അല്ലേ? അപ്പൊ അതുപോലെ എന്താ പറയാ നമ്മളിപ്പോ ഇപ്പൊ ചിലപ്പോ നമ്മൾ ഓരോ ചലഞ്ചിൽ കൂടെ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ ചലഞ്ചിൽ നിന്നും രക്ഷപ്പെട്ട് നമ്മുടെ ഓരോരോ പ്രശ്നങ്ങളും നമ്മള് എന്താ പറയാ പ്രശ്നങ്ങളെയൊക്കെ അങ്ങ് വിട്ടു കളഞ്ഞേക്കാം. നമുക്ക് പുറത്തു കൊടുക്കാനുള്ളതൊക്കെ അങ്ങ് ഫോർഗീവ് ചെയ്തേക്കാം. ഓരോരോ പ്രശ്നങ്ങളും നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക് എടുത്ത് നമ്മളെ തന്നെ വേദനിപ്പിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് വരുന്ന ഓരോരോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് എന്തെങ്കിലുമൊക്കെ ലെസൺ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ അതിന്റെ ഉള്ളിലുണ്ടാവും, നമുക്ക് എടുക്കാൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ
ആ ഒരു നമ്മളിലേക്ക് വരുന്ന ഓരോ ഇഷ്യൂസിനുണ്ടാകും. അപ്പൊ അതില് എന്താണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം. അതുപോലെ ഈ നമ്മുടെ വിൽ സ്മിത്ത് പറഞ്ഞതുപോലെ നമ്മൾ വയ്ക്കുന്ന ഓരോരോ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ ഓരോരോ സ്റ്റെപ്പിലേക്ക് മാത്രം നമ്മൾ കേന്ദ്രീകരിക്കുക. നമുക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് മുമ്പോട്ട് പോകാൻ എങ്ങനെ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ മിറാക്കിൾ മോർണിംഗ് ട്രാവൽ അങ്ങനെ ഒരുപാട് പേർക്ക് ആശ്വാസം നൽകുന്ന ഒരു പ്രോഗ്രാം ആയിട്ടുണ്ടാകും. അങ്ങനെ എല്ലാവർക്കും എല്ലാവരുടെ വിഷമങ്ങളൊക്കെ മാറ്റാൻ പറ്റട്ടെ, എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഇന്ന് മെയ് 18-ാം തീയതിയാണ്. മെയ് 18-ാം തീയതി രാത്രി 8 മണിക്ക് ഒരു പ്രോഗ്രാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അല്ലേ? മറന്നുപോയവരുണ്ടോ? എല്ലാവരും ഉണ്ടാവില്ലേ നമ്മുടെ കൂടെ രാത്രി? നമ്മുടെ മിറാക്കിൾ മോർണിംഗ് ട്രാവൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഒക്കെ കുറെ പേര്, 100-ലധികം ആൾക്കാർ എല്ലാ ദിവസവും നമ്മുടെ മിറാക്കിൾ മോർണിംഗ് ട്രാവൽ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ട്രാൻസ്ഫോമേഴ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ GCCയിലെ മെമ്പേഴ്സിന് നമ്മൾ മിറാക്കിൾ മോർണിംഗ് ട്രാവൽ ലോഞ്ച് ചെയ്യാണ്. ഇന്ന് രാത്രി 8 മണിക്ക് നടക്കുന്ന ആ ഒരു മാസ് സോൾ അവേക്കനിങ് പ്രോഗ്രാമിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം ഇത്രയും ദിവസം നിങ്ങൾ എന്താ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു പ്രോഗ്രാമിനേക്കാളും കുറച്ചും കൂടി ഹ്യൂജ് ആയിട്ടാണ് സാറ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മള് എല്ലാ കോച്ചസും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകും. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മൾക്ക് ഇതിപ്പോ ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് ഇത് അത്രയും ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും ഇതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കുറെ വിസ്ഡംസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. നമ്മളത് ജീവിതത്തിലുടനീളം ആയിട്ട് നമ്മുടെ മിറാക്കിൾ മോർണിംഗ് ട്രാവലിനെ എല്ലാവരും യൂസ് ചെയ്യാം. ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ബോൺ അഗൈൻ എന്ന് പറയുന്ന മാസ് മിറാക്കിൾ നൈറ്റിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം. അപ്പോൾ നമുക്ക് നമ്മുടെ സോൾ മാസ്റ്റർ ഷൈൻ സാറിനെ സ്വാഗതം ചെയ്യാം. സാർ, ജീവിതത്തില് നിങ്ങൾ തർക്കിക്കാൻ പോകരുത് ആരോട്. ഒരിക്കലും നിങ്ങൾക്ക് തർക്കിക്ക് വിജയിക്കാൻ കഴിയൂല. ഞാന് ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു, പല മനുഷ്യരുടെയും മുന്നിലും പിന്നിലും ഒരു ഭിത്തി പണിത് വെച്ചേക്കാണ്. അവരനുഭവം കൊണ്ടല്ലാതെ ആരും പഠിക്കൂല. അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മൾ എന്തൊക്കെയോ നേടിയിട്ട് എന്തെല്ലാം പഠിച്ചിട്ടൊരു കാര്യമില്ല. നമ്മള് വിസ്ഡം ഉണ്ടാവണം. വിസ്ഡം എല്ലാത്തിനെയും ക്ഷമയോടുകൂടി കാണാനും അതിനെ മനസ്സിലാക്കാനുമുള്ള ശ്രമം ഉണ്ടാവണം. കാരണം നിങ്ങൾ ഒരു സാധാരണ ആളുകളല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പരസ്യം കൊടുത്ത് ഒരു പബ്ലിസിറ്റി കൊടുത്താൽ നാളെ മുതൽ ഇതിനകത്ത് 1000 പേര്. പരസ്യം ഫേസ്ബുക്കിൽ 2500 കൊടുത്ത് 6000 മാസം കൊടുത്ത് സൂം ഇട്ട് നമ്മൾ ഈ പരിപാടി നടത്തണം. നമുക്ക് ഒരു 1500 പരസ്യം കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ 2000 പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇടിച്ചു കയറുക. 2000 3000 മുടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് 10,000 20,000 30,000 50,000 ഒക്കെ ആയിട്ട് വളരും. ഇതൊന്നും ആവശ്യമില്ല. അങ്ങനെയൊന്നും ആരും ഇവിടെ നമ്മൾ വിളിച്ചു കൂട്ടുന്നില്ല. അങ്ങനെ ഒരു സദ്യ നമ്മൾ കൊടുക്കുന്നില്ല. ഇവിടെ വരുന്നവർക്കുള്ള സദ്യ ഉള്ളൂ, അത് തന്നെ തികയുന്നില്ല. നേരാണ് നമ്മൾ കൂട്ടുന്നത്. ആളുകൾ ആവശ്യമുള്ളവർ തന്നെ വന്നോളും. നമ്മള് മെസ്സേജ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ഡ്യൂട്ടി ഉള്ളൂ. നമ്മുടെ മെസ്സേജ് നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ഡ്യൂട്ടി. ആവശ്യമുള്ളവൻ തന്നെ വന്നിരുന്നു, തന്നെ വരും. നമ്മൾ അവരെ ഒന്ന് ഉണർത്തുവാണ്. ആ മെസ്സേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ ഗ്രൂപ്പിൽ കയറിക്കോ, ഇപ്പൊ ജോയിൻ ചെയ്തോ. ഒരു ഉണർത്തൽ മാത്രം, ജസ്റ്റ് ഒരു ഉണർത്തൽ. വേണമെങ്കിൽ കയറാം, വേണമെങ്കിൽ കയറണ്ട. ചിലതൊന്നും നമ്മൾ വിചാരിച്ചാലും നമുക്ക് മാറ്റാൻ പറ്റൂല. നമുക്ക് ഈ ലോകത്തിന് മുഴുവൻ ഈ സന്ദേശം കൊടുക്കണമെന്നുണ്ടാവും. പക്ഷെ എല്ലാവർക്കും ഈ ഒരു സന്ദേശം എത്താൻ വിധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എത്രയൊക്കെ കാണിച്ചിട്ടും കാര്യമില്ല, എത്തൂല. നമ്മള് ആവശ്യത്തിന് നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിന്റെ പബ്ലിസിറ്റിയും നമ്മൾ സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് ഇടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മളൊരു ഇതിട്ടിട്ടുണ്ട്, അതിനെ ബൂസ്റ്റ് ചെയ്യുന്നില്ല. പൈസ കൊടുത്ത് ബൂസ്റ്റ് ചെയ്യുന്നില്ല. പൈസ കൊടുത്ത് ബൂസ്റ്റ് ചെയ്താൽ അങ്ങനെയാണ് എല്ലാവരും ആളെ കൂട്ടുന്നത്. നമ്മുടെ ചില കോഴ്സുകളുണ്ട്. ഞങ്ങൾ കോഴ്സൊക്കെ പൈസ മേടിച്ച് 199 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചില കോഴ്സുകളുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഉദ്ദേശം 199 ഇട്ട് അതിന്റെ അടുത്ത കോഴ്സ്, അങ്ങനെ അടുത്ത കോഴ്സ്, അതൊക്കെ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണല്ലോ ലൈഫ് കോച്ചിങ് എന്ന് പറഞ്ഞത്. ലോകം മുഴുവൻ നടക്കുന്നത്. ആന്റണി റോബിൻസൺ വരെ, ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലൈഫ് കോച്ചാണ് ആന്റണി റോബിൻ. നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തൊക്കെ അറിയാം. പുള്ളി ഇങ്ങനെ അലറിക്കൊണ്ടൊക്കെ ആയിരിക്കും, യോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സൗണ്ട് ഒക്കെ കേൾപ്പിച്ച്. എല്ലാ ലൈഫ് കോച്ചുമാരുടെയും റോൾ മോഡലാണ് അദ്ദേഹം. വരെ പരസ്യം കൊടുത്ത് ചെറിയൊരു ഫീസിൽ ചേർത്ത് പിന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യുക. പക്ഷെ നമുക്ക് അങ്ങനെ ആവശ്യമില്ല. അല്ലാതെ പോരും. അല്ലാതെയല്ലേ ഈ എല്ലാ ദിവസവും 100 ചില്ലാനും പേര് വന്ന് ഇവിടെ വന്ന് ഇരിക്കുന്നത്. അല്ലാതെയല്ലേ നമ്മുടെ ട്രെയിനേഴ്സും നമ്മുടെ ഗ്രൂപ്പിലുള്ളവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മെസ്സേജ് ഇട്ട് കൊടുത്ത് ഒരു സർവീസ് പോലെ നമ്മൾ ഫ്രീ ആയിട്ട് രാവിലെ വന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാം നമ്മൾ പൈസക്ക് വേണ്ടിട്ട് വെച്ചേക്കണം. ഇത് രാവിലത്തെ മോർണിംഗ്. ഇപ്പൊ ഇതിന്റെ ഉപഘടകങ്ങളും ഇതൊക്കെ നമ്മൾ പൈസ
ബേസിക്കും കൊടുക്കും. നമ്മൾ അഡ്വാൻസ്ഡ് വേർഷൻ കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കണം, അതൊക്കെ നമ്മൾ കൊടുക്കും. പക്ഷെ ഇത് അതിനുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾ ആരോടും ചെയ്യേണ്ട. നിങ്ങൾ ആളുകളെ അറിയിച്ചു കൊടുക്കും. വരുന്നതും വരാത്തതൊക്കെ അവരുടെ ഇഷ്ടം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കാലത്തിന് മുമ്പ് കാലത്തിന്റെ ഒപ്പം സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ കുറച്ചു നേരം സഞ്ചരിക്കുന്ന ഒരാളല്ല നമ്മൾ. നമ്മളിലൂടെയാണ് ഈ പ്രപഞ്ചം കടന്നു പോകുന്നത്, ഈ ഭൂമി കടന്നു പോകുന്നത്, ഈ സൗരയൂഥം കടന്നു പോകുന്നത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇത് ഒരു ലൈഫ് കോച്ചിങ്ങിൽ പോയാലോ ഒരു സൈക്കോളജി ക്ലാസ്സിൽ പോയാലോ ഒന്നും നിങ്ങൾക്ക് കിട്ടുന്ന വിവരം അങ്ങനെ കിട്ടില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അതാണ് ഇതിന്റെ ആകർഷണീയത. പലരും ചോദിക്കാറില്ല, എന്താണ് സാർ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇത് കേൾക്കാൻ തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതങ്ങനെ കിട്ടുന്നതല്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് പേർക്ക് കൊടുക്കാനും ആഗ്രഹിക്കുന്നില്ല. വരുന്നവർക്ക് കൊടുക്കും, നമ്മൾ എത്തിച്ചു കൊടുക്കും, മെസ്സേജ് കൊടുക്കും. നമ്മളെല്ലാവരും മെസ്സേജുകളായിരിക്കും, നമ്മൾ മെസ്സേജ് അയക്കും. നിങ്ങൾ വർഷങ്ങളായി തേടി നടന്ന ഇന്നർ പീസ്, വർഷങ്ങളായി നിങ്ങൾ ഓർമ്മ വച്ച് ഒരു 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 ഘട്ടം കഴിഞ്ഞപ്പോൾ മുതൽ നിങ്ങൾ അന്വേഷിച്ച് നടന്ന സാധനം ഇതാണ്, വേണമെങ്കിൽ കേറിക്കോ എന്ന് പറയും അല്ലെ. ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മള് ഈ അനന്തമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അനന്തമായി? കാലത്തിനപ്പുറം, കഥയ്ക്കപ്പുറം, ചരിത്രത്തിനപ്പുറം, നമ്മുടെ സങ്കടങ്ങൾക്കും വിഷമങ്ങൾക്കും ഒക്കെ അപ്പുറം, നമ്മുടെ സന്തോഷങ്ങൾക്കപ്പുറം നമ്മൾ എന്താണ്? അതാണ് അനന്തതയുടെ കണ്ണാടി എന്ന് നമുക്ക് വേണമെങ്കിൽ. അനന്തതയുടെ കണ്ണാടി, അവിടെയാണ് നമ്മുടെ എല്ലാം അലിഞ്ഞു പോകുന്നത്. എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എങ്ങനെ അലിയിച്ച് കളയാം. അതിന് നിങ്ങൾ ഇനിയിപ്പൊ തപസ് ചെയ്ത് നോക്കിയാലും ഫലം ഉണ്ടാവും. ഫലം ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മൾ എന്താണെന്ന് അറിയണം. അറിഞ്ഞതിന് ശേഷമാണ് തപസ്. നമ്മൾ എന്താണെന്ന് അറിയാതെ നമ്മൾ തപസ് ചെയ്തിട്ടോ, നമ്മൾ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ കേട്ടിട്ടോ, കുറെ പഠിപ്പിച്ചിട്ടോ, കുറെ പറഞ്ഞു കൊടുത്തിട്ടോ ഒന്നും കാര്യമില്ല. ഈ കേരളത്തിലല്ല, ഓൾ ഓവർ വേൾഡ് ഏറ്റവും കൂടുതൽ വളർന്നു വരുന്നവരാണ് കൗൺസിലിംഗ് ചെയ്യുന്നവര്. അല്ലെങ്കിൽ അങ്ങനെ ഈ ഇങ്ങനെ പഠിച്ചിട്ട് ഇപ്പൊ 1000 രൂപയ്ക്ക് വരെ കൗൺസിലിംഗ് പഠിപ്പിക്കുന്നുണ്ട്. 1000 രൂപയ്ക്ക് വരെ കൗൺസിലിംഗ് പഠിപ്പിക്കുന്നു. ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ വിചാരം, ഇപ്പൊ തന്നെ എല്ലാം ശരിയാക്കി കളയാം, ഇപ്പൊ മനസ്സിന് വിഷമമുള്ള ഒരാളെ പിടിച്ചിരുത്തിയിട്ട് ഇപ്പൊ റെഡിയാക്കാന്നാണ്. അങ്ങനെയൊന്നുമല്ല, അത് പ്രാക്ടീസാണ്. നമ്മൾ റിയൽ ലൈഫിൽ എത്രത്തോളം അത്തരം വെല്ലുവിളികൾ നമ്മൾ നേരിടുന്നുണ്ടോ, അല്ലെങ്കിൽ അത് കണ്ടിട്ടുണ്ടോ, അത് പരിചയിച്ചിട്ടുണ്ടോ, അതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടോ, അത് വെറും പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല. ഇത് ലോകാരംഭ കാലം മുതൽ എങ്ങനെയാണ് ഇതിനെല്ലാം മാനേജ് ചെയ്തിരുന്നത്, മനുഷ്യന്റെ മാനസിക വ്യതകളെ, വിഷമങ്ങളെ, സങ്കടങ്ങളെ, ബുദ്ധിമുട്ടുകളെ, കഷ്ടപ്പാടുകളെ എങ്ങനെയാണ് മാനേജ്, അത് കാണണമെങ്കിൽ വേറൊരു കണ്ണ് വേണം. വേറൊരു കണ്ണ് വേണം. അല്ലാതെ നമ്മളത് പോയി ഇത് പഠിച്ച് ഞാനെല്ലാം പഠിച്ചു ഇപ്പൊ തന്നെ ശരിയാക്കിയേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സ്വിച്ച് ഇടുമ്പോൾ ശരിയാകുന്ന ഒരു സാധനം അല്ല അത്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ പ്രഷ്യസ് ആയിട്ടുള്ള ആളുകളാണ്, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ, അതിപ്പോ ഇതിലൂടെയാണെങ്കിലും ഏതിലൂടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ യു ആർ സെലക്ടഡ്. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ആള്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ്, ഞാൻ പറയുന്നത് ഒരു മതപരമായിട്ടല്ലാന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒരു മതത്തിൽ കൊണ്ടുവന്നിട്ട് ഞാൻ കെട്ടുന്നില്ല. ഞാൻ ഇന്ന് പറയുന്നത് മതപരമായിട്ടല്ല. നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന ഈ ആധുനിക ലോകത്ത്, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ ലോകത്ത് നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ഈ സമയത്ത് അങ്ങനെയല്ലേ പറഞ്ഞു. സ്വന്തത്തെ അറിയാൻ വേണ്ടിയിട്ട് മതമോ ജാതിയോ വർണ്ണമോ ഒന്നും പ്രശ്നമല്ല. ഏറ്റവും കൂടുതൽ ഒരു വിശ്വസിക്കുന്ന, ഇപ്പൊ ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. ഞാൻ മുസ്ലിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും, അവൻ അള്ളാഹുവിൽ വിശ്വസിച്ചില്ലെങ്കിൽ അവന് സ്വർഗം കിട്ടൂല എന്ന് പറയും. ഇപ്പോ സൂറത്തുൽ ബഖറയിലെ 62-ാമത്തെ ആയത്ത് എന്താണെന്ന് ഓതിയിട്ടുണ്ടാവും. അവരത് പഠിച്ചിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. ഇന്ന് പോയി എല്ലാവരും എടുത്തു. ഇതില് ഈ ഖുർആൻ എന്ന് പറയുന്നത് ദൈവിക ഗ്രന്ഥമായിട്ടാണ്, ദൈവത്തിന്റെ അടുത്ത് വന്ന ഗ്രന്ഥമായിട്ടാണ്. ഇതിൽ തന്നെ പറയുവാണ്, നീ ക്രിസ്ത്യാനിയോ ജൂതനോ സാബിയോ, അതായത് ഹിന്ദുവോ ആരുമാകട്ടെ അതിന് പ്രതിഫലം നിശ്ചയിക്കുന്നത് നിങ്ങളൊന്നുമല്ല. അവരുടെ കർമ്മങ്ങൾക്ക് നിങ്ങളല്ല അവരെ നരകത്തിനും സ്വർഗത്തിനൊന്നും ആക്കണത്. നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കും. ഓക്കെ, അപ്പൊ ആരാണെന്ന് ശാസ്ത്രീയമായിട്ട് നമ്മൾ അറിയും. ശരിക്കും നമ്മളൊരു കണ്ണാടിയിലെത്തും നോക്കിയാൽ നമ്മളൊരു കണ്ണാടിയിൽ നമ്മൾ കാണാൻ ഒരു കണ്ണാടി നമ്മളെ അല്ല കാണിച്ചു. നിങ്ങൾ ചിന്തിക്കുക, കണ്ണടച്ചിട്ടൊന്ന് ആലോചിക്കുക. ആ ഒരു കണ്ണാടി നമ്മളെ അല്ല പ്രതിഫലം, നമ്മുടെ മുഖത്തെ അല്ല, നമ്മളുടെ സോളിനെയാണ്. നിങ്ങൾ സങ്കല്പം, കണ്ണടച്ചിട്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കണ്ണാടിയിൽ നിങ്ങൾ നോക്കുവാണ്, ഒരു വലിയ പുരാതനമായ ഒരു കണ്ണാടി തന്നെ ചിന്തിച്ചോ. ആ കണ്ണാടിയിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തെ അല്ല കാണുന്നത്, പകരം നിങ്ങളുടെ സോളിനെ, നിങ്ങൾ ഒന്ന് സൂക്ഷിച്ച് അതിനകത്തേട്ടൊന്ന് സൂക്ഷിച്ചു നോക്കുക. നിങ്ങൾ ആരാണ്
നിങ്ങൾ എപ്പോഴും ആരായിരുന്നു, ഇനി നിങ്ങൾ ആരായിരിക്കും എന്നുള്ള രീതിയിലൊന്ന് ആലോചിച്ചിട്ട് നിങ്ങളൊന്ന് നോക്ക്. വേണ്ട, നിങ്ങൾ അതിനകത്ത് കാണുമ്പോൾ നിങ്ങളൊരു കുഞ്ഞു കുട്ടിയായിട്ട് നിങ്ങളൊന്ന് കണ്ടു. കുഞ്ഞു കുട്ടി, നിരപരാധിയായ ഒരു കുട്ടി, ഒന്നും അറിയാത്തൊരു കുട്ടി, ജിജ്ഞാസയുള്ള, അത്ഭുതം കൂറുന്ന ഒരു കുട്ടിയായിട്ട്. അതിനുശേഷം നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നു, പ്രതീക്ഷകൾ, ആഗ്രഹങ്ങൾ, സന്തോഷം, ദുഃഖം, ധൈര്യം, ഭയം. ആ നിമിഷത്തിലൊക്കെ നിങ്ങളൊന്ന് സ്വയം കണ്ടുനോക്കി. നിങ്ങളുടെ പിക്ചറിനെ അല്ല കാണണ്ട, നിങ്ങൾ മാറി നിന്നിട്ട് നിങ്ങളുടെ സോൾ ഒന്ന് കാണുന്നതായിട്ടൊന്ന് കണ്ടുനോക്കി. എന്നാൽ ഈ കണ്ണാടി അവിടെ ഒന്നും അവസാനിക്കുന്നില്ല. ഇനിയും കൂടുതൽ ആഴത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മാറുന്ന മുഖങ്ങൾക്കപ്പുറം നിങ്ങളുടെ ഇതുവരെയുള്ള കഥയ്ക്കും നിങ്ങളുടെ ഇതുവരെയുള്ള ചരിത്രത്തിനും സന്തോഷത്തിനും സങ്കടത്തിനും വികാരങ്ങൾക്കും എല്ലാം അപ്പുറത്ത് ഒരു പ്രകാശം നിങ്ങൾക്ക് കാണാം. ഒരു പ്രകാശം, യുവർ സോൾ, ഒരു പ്രകാശത്തെ നമുക്ക് കാണാം. എല്ലാവരും ഇതൊന്ന് ഒന്ന് 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 നോക്കും. നിങ്ങളൊന്നും അല്ലെങ്കിൽ ഒരു കണ്ണാടി പോയി നിന്നിട്ടൊന്ന് പ്രാക്ടീസ്. നിങ്ങളുടെ ഇതുവരെയുള്ള വിഷമങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒക്കെ നിങ്ങൾ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ജിജ്ഞാസയ്ക്കും കൗതുകത്തിനും എല്ലാത്തിനും അപ്പുറം. അതിനുശേഷം നിങ്ങൾ വളർന്നപ്പോൾ ഉണ്ടായ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറം. അതിനുശേഷം നിങ്ങൾ നേരിട്ട സന്തോഷത്തിനും സങ്കടങ്ങൾക്കും സങ്കടങ്ങൾക്കും അപ്പുറം നിങ്ങൾ സൂക്ഷിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രകാശത്തെ നിങ്ങൾ പ്രകാശമാണ്, അത് അനന്തമാണ്. അവിടെയാണ് നിങ്ങൾ സത്യം കാണുന്നത്. നിങ്ങളുടെ എല്ലാ വ്യക്തിത്വങ്ങൾക്കും ഈ ഭൂമിയിൽ വന്നപ്പോൾ ഉണ്ടായതാണ് വ്യക്തിത്വമൊക്കെ. ഞാൻ ഡോക്ടർ, എഞ്ചിനീയർ, ബിസിനസ്സുകാരൻ, ഭാര്യ, ഭർത്താവ്, മക്കൾ, അതിൽ കെട്ടിപ്പണഞ്ഞ് കിടക്കാണ്. എന്താണ് സത്യമെന്ന്, എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു രഹസ്യം, ആരാണ് ഞാൻ എന്ന് മനസ്സിലാക്കാതെ വെറും ഈ കഥകളിൽ, ഒരു കഥയാണ്, ഒരു കഥ, വളരെ കുറഞ്ഞ നിമിഷങ്ങൾ നമ്മൾ അനുഭവിച്ചു പോകുന്ന, വളരെ കുറഞ്ഞ ദിവസങ്ങളോളം നമ്മൾ അനുഭവിച്ചു പോകുന്ന ഒരു കഥ, ഒരു ഇമോഷൻ, ഒരു ഫീലിംഗ്. എന്തിനാണോ നമ്മൾ ഇവിടെ വന്നത്? ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം അറിയണം. ഇമോഷൻസ്, സങ്കടത്തിന്റെയും വിഷമത്തിന്റെയും സന്താപത്തിന്റെയും സ്നേഹത്തിന്റെയും ദുഃഖത്തിന്റെയും ഒക്കെ വഴികൾ അറിഞ്ഞു പോകുന്ന നമുക്ക് ആ അനന്തമായ നമ്മുടെ ആ പ്രകാശത്തിന് പലപ്പോഴും നമ്മൾ അതിനെ മറന്നു പോകുമ്പോഴാണ് പോരാടാൻ തുടങ്ങുന്നത്. നമ്മുടെ ചിന്തകളോട് വെല്ലിടാൻ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു ജയിക്കണം എന്ന് തോന്നുന്നത്, ഞാൻ പറയുന്നത് തന്നെ ജയിക്കണം, എനിക്കെല്ലാം അത് പറഞ്ഞ് എല്ലാവരെയും മനസ്സിലാക്കി, ഇങ്ങനെ ഓരോ പോരാട്ടങ്ങൾ. എനിക്ക് വിജയിക്കണം, വിജയിച്ചില്ലെങ്കിൽ എനിക്കിവിടെ സങ്കടമാണ്. പണം വന്നില്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു. പണമില്ലാത്തവൻ പിണം എന്ന് പറഞ്ഞു പഠിച്ചു. പണം വന്നില്ലെങ്കിൽ, സന്തോഷം വന്നില്ലെങ്കിൽ, സങ്കടം, കരഞ്ഞില്ലെങ്കിൽ, അപ്പൊ അതിനോട് പോരടിക്കണം. ഈ സത്യം മറന്നു പോകുമ്പോൾ നിങ്ങൾ ഈ അനന്തമായ ഒരു പ്രകാശമാണ്, നിങ്ങളൊരു അനന്തമാണ്, അനന്തതയുടെ ഒരു വെളിച്ചമാണ് എന്നുള്ള നിങ്ങളുടെ പവർ ആരൊക്കെയോ തല്ലിക്കെടുത്ത് കിട്ടിയിരുന്ന പവർ നമ്മളിവിടെ പഠിപ്പിക്കുന്നത് അതിനെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് ആരും പഠിപ്പിക്കണ്ടോന്ന് എനിക്കറിയാൻ പാടില്ല. എന്റെ അറിവിൽ ഇത് എന്ത് പഠിപ്പിക്കലാണ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷൻ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഒരു മോട്ടിവേഷനും വേണ്ട, ഇല്ലാതെ തന്നെ മോട്ടിവേഷൻ ഉണ്ടാവും. ആരാണ് നമ്മൾ എന്ന് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആരാണ് ഞാൻ, ഈ എനിക്കപ്പുറം, ഈ കാണുന്ന എനിക്കപ്പുറം ആരാണ്? അവിടെ നമുക്ക് ഞാൻ പരാജയപ്പെട്ടവനാണ്, ഞാൻ മതിയായവനല്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള തോന്നൽ ഒന്നും ഉണ്ടാവില്ല. സത്യത്തിൽ അതൊന്നും അല്ല നിങ്ങൾ. നിങ്ങളുടെ ഈ കഥകൾക്കെല്ലാം അപ്പുറത്ത് വിശാലമായ അതിരുകളില്ലാത്ത ആകാശമാണ്. നിങ്ങളുടെ എല്ലാ ചിന്തകളും ഭയങ്ങളും ഇതെല്ലാം ജസ്റ്റ് ആകാശത്തിലൂടെ കടന്നു പോകുന്ന മേഘങ്ങൾ മാത്രമാണ്. മഴ പെയ്തൊഴിഞ്ഞ ഒരു ആകാശത്തെ നിങ്ങൾ കണ്ടുനോക്കിയേ, നല്ല നീല കളറിലുള്ള വലിയ ആകാശം. മേഘങ്ങൾ കടന്നു പോകുന്നതൊക്കെ ആകാശത്തിന് വല്ല പ്രശ്നമാണോ? ആകാശം അപ്പോഴും വിശാലമായി ശാന്തമായിട്ട് അവിടെ നിലനിൽക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും വേദന തോന്നി, എന്തെങ്കിലും വിഷമം തോന്നിയാൽ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം തന്നെ തകർന്നു പോകുന്നതായി തോന്നിയാലും, ആ സമയത്ത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കണ്ണാടി അനന്തമായൊരു, പിന്നെ നിങ്ങളെ ഒന്നും ബാധിക്കില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ്? നിങ്ങളുടെ തെറ്റുകളല്ല, നിങ്ങളുടെ നേട്ടങ്ങളല്ല, നിങ്ങളുടെ ഭയങ്ങളല്ല, ഇതിനെല്ലാം അപ്പുറത്തുള്ള പ്രകാശമാണ്. നിങ്ങളുടെ ഒന്നും അല്ലെന്ന്. നേട്ടങ്ങൾ എന്തെങ്കിലും ആണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. നാളെ മരിച്ചു, നിങ്ങളുടെ നേട്ടങ്ങൾ അവിടെ പോവും. മക്കള് വിറ്റ് തിന്നും, അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തോണ്ട് പോകും. ആരും ഇല്ലാത്തവരാണ്. $1,00,000 എങ്ങനെയാണ് സ്റ്റീവ് ജോബ്സ് അവശേഷിപ്പിച്ചു പോയത്? അദ്ദേഹത്തിന് ക്യാൻസർ ഒന്നും വരും അല്ലെ? അദ്ദേഹത്തിന് എന്തെങ്കിലും ഫലം ഉണ്ടായോ? പിന്നെയാണോ ഈ പറയുന്ന 1-2 കോടി 3 കോടി രൂപ സമ്പാദിക്കാൻ നടക്കണേ നിങ്ങള്? അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ നേട്ടങ്ങളോ നിങ്ങളുടെ ഭയങ്ങളോ നിങ്ങളുടെ നഷ്ടങ്ങളോ നിങ്ങളുടെ തെറ്റുകളോ ഒന്നുമല്ല. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോച്ചേഴ്സ്, ട്രെയിനേഴ്സോട് ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് ഓൾ, നമ്മൾ പഠിപ്പിക്കുന്നതെല്ലാം ഫെമിലിയർ ആയിരിക്കും. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇതൊക്കെ. പക്ഷെ ഇതാരും ഉണർത്തുന്നില്ല. വേറെ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. അപ്പൊ നമ്മളെ മറ്റത് മറപ്പിച്ച് കളയാണ്. മറ്റത് അല്ലെ? സത്യത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അതല്ലേ സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ. ചിലർ പറയും, നീ പരാജയപ്പെട്ട ആകെ തകർന്നു പോയി, പൈസ ഇല്ലെങ്കിൽ
തുടങ്ങി നീ ഒന്നും ഇല്ലാത്തവനായി മാറി. ചിലർ പറഞ്ഞു നീ എല്ലാം നേടി, സമ്പത്ത് നേടിക്കഴിഞ്ഞാൽ എല്ലാം നേടി, എല്ലാം നേടി. ഇപ്പോഴും ഇപ്പൊ ഈ കുറച്ചു കാലമായിട്ട് ഒരു ലൈഫ് കോച്ചിങ് ഒക്കെ പഠിപ്പിക്കുന്ന എല്ലാരും പറഞ്ഞു നിങ്ങൾ സമ്പത്ത് വേണം, മസ്റ്റായിട്ടും വേണം, നമ്മൾ പണിയെടുക്കണം. പക്ഷെ അതാണ് എല്ലാം എന്ന് പഠിപ്പിക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാം. അത് മാത്രമാണ് എല്ലാം. ഞാൻ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പൊ അടുത്ത കാലത്തായിട്ട്. പണമാണ് എല്ലാം. അവിടെയാണ് ഈ സ്വസ്ഥത നഷ്ടപ്പെടുന്നത്. അവിടെയാണ് ഈ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകുന്നത്. പണോ സന്തോഷോ സമ്പത്തോ നിങ്ങളുടെ ഭയങ്ങളോ നിങ്ങളുടെ ദുഃഖങ്ങളോ നിങ്ങളുടെ വിഷമങ്ങളോ സങ്കടങ്ങളോ ഒന്നുമല്ല നിങ്ങൾ. അതിനെല്ലാം അപ്പുറത്ത് സത്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഓരോ കണ്ണാടി, ഓരോ കണ്ണ്. ആരെയാണ് ആ കണ്ണാടി പ്രതിഫലിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാവോ? ആ കണ്ണാടി പ്രതിഫലിപ്പിക്കുന്നത് ആരെയാണെന്ന് നിങ്ങൾക്കറിയാവോ? അതാണ് ഈശ്വരൻ, ദൈവം, അല്ലാഹ്. നിങ്ങളുടെ കണ്ട നാളിക്കരികിൽ. ഇത് കട്ടായ പെട്ടെന്നാണ് അവിടെ അടുത്ത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത്. ഏത് വിശ്വാസത്തിലാണ് പറയാത്തത്, ഏത് മതങ്ങളിലാണ്, നിങ്ങളുടെ തൊട്ടടുത്ത്, നിങ്ങളുടെ ചാരെ, നിങ്ങളുടെ വിളിക്കുത്തുമി, നിങ്ങളുടെ വിളിപ്പുറത്ത്, തൊട്ടടുത്ത്, ചേർന്ന് അതിനെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതാരും പറഞ്ഞു തരൂല. ഇവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്. ആളുകൾ കൺഫ്യൂഷൻ വരും. ദിവ്യപ്രകാശത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? കാണാൻ മാത്രമല്ല, ചിലർക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അനുഭവിക്കാൻ കഴിയും. അവിടെയാണ് നമ്മൾ വിളിക്കുന്നത്. 1 മണിക്കൂറോടെ ഇരിക്കും. ആ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പഠിക്കാൻ പോകും. ആ പഠിച്ചില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നിങ്ങൾ പഠിക്കാൻ പോകും. ഇത് വിറ്റ് കാശാക്കുന്നവർ, ഇതിനെ പറഞ്ഞു പഠിപ്പിക്കുക എല്ലാം ഉണ്ട്, ഈ ലോകത്തുണ്ട്. എന്താണ് ഇതിന്റെ രഹസ്യം എന്ന് പറഞ്ഞു തരാം. ഇവിടെയൊക്കെ നിങ്ങൾക്ക് താൽക്കാലികമായി സമാധാനം കിട്ടും. പക്ഷെ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാലോ അവിടെയാണ് ശാശ്വതമായ ഇന്നർ പീസ്. ഇന്ന് സത്യത്തിൽ ഒരു മൈൽ സ്റ്റോൺ ആണ്. യാദൃശ്ചികമായി സംഭവിച്ചാണ്. നമ്മൾ ആരും കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്തതല്ല. ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് പ്രഷ്യസ് ആണ്. 2018 നമ്മുടെ ഈ ലൈഫ് കോച്ചിങ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം തന്നെ ഞാൻ ഇങ്ങനൊന്നും ചെയ്യണം എന്നുള്ള ഒരു പ്ലാനും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നതും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതും അതിനെക്കുറിച്ചുള്ള ഒരുപാട്, അതായത് എന്റെ പഠനങ്ങൾക്കും ഇതൊക്കെ ശേഷം ജോലിയൊക്കെ ചെയ്ത് ഞാൻ എന്റെ ജോലി കഴിഞ്ഞ് പിന്നെ ബിസിനസ് അത്യാവശ്യം ഡെവലപ്പായി. 2018 കൊറോണ വന്നതിന് ശേഷം, കൊറോണ സമയത്തൊക്കെ എനിക്ക് നല്ല കച്ചവടമായിരുന്നു. കാരണം ഈ മാസ്ക്, മറ്റേ നമ്മളെ ഇതിടുന്ന ഒരു നമ്മൾ ആ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഒരു കവറിന് ശരീരത്ത് ധരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെയാണ് അന്ന് പ്രൊഡക്ഷൻ ആക്കിയ CPT കിറ്റ്. അതൊക്കെയായിരുന്നു അന്ന്. പക്ഷെ അത് എനിക്ക് കുറെ 2018 മുതൽ 20 വരെ കൊറോണ ടൈം 2019 കൊറോണ ആ സമയത്തൊക്കെ അതായിരുന്നു പ്രൊഡക്ഷൻ. അത് വിദേശത്തേട്ട് എല്ലായിടത്തേട്ടും കയറ്റി അയക്കുക. അതായിരുന്നു പ്രൊഡക്ഷൻ. അന്ന് എല്ലാവർക്കും പ്രൊഡക്ഷൻ നിന്നപ്പോ നമ്മളപ്പോ തന്നെ ഈ പ്രൊഡക്ഷനിലേക്ക് മാറി. അപ്പൊ അതുകൊണ്ട് അന്ന് നല്ല കച്ചവടമൊക്കെ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നതായിട്ടും വിഷമിക്കുന്നതായിട്ടും നമുക്ക് കണ്ടെത്താം. എനിക്ക് തന്നെ നേരിട്ട് എന്റെ ലൈഫിൽ അതിനകത്ത് പലതും ഫേസ് ചെയ്യേണ്ടി വന്നു, പല ആളുകളും. അപ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കാം എന്ന് ആലോചിക്കുന്നത്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് ഞാനിങ്ങനെ ബാംഗ്ലൂർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ സുഹൃത്തുക്കളും പല ആളുകളും പറഞ്ഞു, നിങ്ങൾ കേരളത്തിൽ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? അന്നും നമുക്ക് ഓൺലൈൻ പ്രോഗ്രാം ഒന്നും ഇല്ല. ആരെങ്കിലും വരുന്ന ആളുകളോട് നമ്മളിത് സംസാരിക്കും, അവരോട് ഇത് ചെയ്യും. കേരള സമാജത്തിന്റെ ഇതിലൊക്കെ കാണുന്ന ആളുകളോടൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതേ ഉള്ളൂ. 2024 മെയ് 18 നമ്മൾ കേരളത്തിൽ ആദ്യം, നിങ്ങൾക്ക് നമ്മുടെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാൽ അറിയാം. ഇന്ന് കറക്റ്റ് 1 വർഷം ഇന്നലെ രാത്രി 1 വർഷം പൂർത്തിയായി. ഇന്ന് 1 വർഷം പൂർത്തിയായ ദിവസമാണ്. അപ്പൊ 21-ാം ദിവസം ഇന്നാണ് നമ്മുടെ വൈകുന്നേരത്തെ പ്രോഗ്രാം നടക്കും. 21-ാം ദിവസത്തിനും പ്രത്യേകതയുണ്ട്. കൊറോണ വന്നതിന് ശേഷമാണ് എല്ലാവരും സൂമും ഇതൊക്കെ പഠിച്ചതും. എല്ലാ പ്രത്യേകതകളും ഒരുമിച്ചൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഈ വിഷയം, നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഒരിക്കലും. ഈ ഭൂമിയുടെ ഒരു ഭാഗം അല്ല, ഈ പ്രപഞ്ചം തന്നെ കാണുന്ന ഒരു വെളിച്ചമാണ്. പതിയെ പതിയെ നിങ്ങൾക്ക് സ്വയം ഇത് ബോധ്യപ്പെടും. നിങ്ങൾ വഴി തെറ്റിപ്പോകുമ്പോഴും, നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകുമ്പോഴും, നിങ്ങൾ പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോഴും, നിങ്ങൾ പ്രതിസന്ധികൾ അകപ്പെടുമ്പോഴും ഒക്കെ ഈ അനന്തതയുടെ കണ്ണാടിയിലിട്ട് എന്റെ ലൈഫിൽ ഞാൻ പരീക്ഷിച്ച് 101%, 100% അല്ല, അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും സക്സസ് ആയ ഒരു കാര്യമാണ് നിങ്ങൾ. ഇത്രയും സക്സസ് ആയത് ലൈഫിൽ എന്തെങ്കിലും ഞാൻ നേടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ലൈഫിൽ എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാം എന്നോട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ പോലും ഉണ്ടായിട്ട്, ഇപ്പോഴൊക്കെ എന്റെ ഭാര്യ ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ. ഇപ്പോഴും ഞാൻ പറയും എനിക്കതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും നോക്കുന്നത് അനന്തതയുടെ കണ്ണ്. എല്ലാം എന്റെ പുറകെ വരും. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ, പ്രശസ്തി ആവശ്യമുണ്ടോ, പുറകെ വരും. പണം ആവശ്യമുണ്ടോ, പുറകെ വരും. നിങ്ങൾ ഇനി ഒന്ന് ചിന്തിച്ചു നോക്കി, അങ്ങനെ ചിന്തിച്ചു നോക്കി. ഇനി ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾ ഒരു വെളിച്ചമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഥകളും, സങ്കടങ്ങളും, വിഷമങ്ങളും, സന്തോഷങ്ങളും എല്ലാം മനോഹരമാണെന്ന് തന്നെ ചിന്തിച്ചു. അതല്ല, മനോഹരമായ ക്ഷണികമായ ഒരു പ്രതിഫലനമാണ്. ഇന്ന് മുതൽ നിങ്ങൾ ലോകത്തേട്ട് കാലെടുത്ത് വെക്കുമ്പോൾ ഇതായിരിക്കണം. പിന്നെ നിങ്ങളെ തളർത്താൻ ഒരു ശക്തി. നിങ്ങൾ തെറ്റ് ചെയ്യാത്തിടത്തോളം, നിങ്ങൾ ഒരാളെ അന്യായമായി കൊല ചെയ്യാത്തിടത്തോളം കാലം, നിങ്ങൾ നിരന്തരം
നിരന്തരമായി ആളുകളുടെ പരദൂഷണം പറഞ്ഞുകൊണ്ട് അവരെ തമ്മിലടിപ്പിക്കാത്തിടത്തോളം കാലം, നിങ്ങൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാത്തിടത്തോളം കാലം, മതങ്ങളുടെ പേരിൽ ചേരി തിരിഞ്ഞ് ചീത്ത വിളിക്കാത്തിടത്തോളം കാലം, നിങ്ങളുടെ അനന്തമായ ആത്മാവ്, നിങ്ങളുടെ ശരീരം നഷ്ടപ്പെട്ടാലും സന്തോഷകരമായ, അല്ലാത്തവൻ അവിടെ നിന്ന് ചീത്ത വിളിക്കട്ടെ, തമ്മിൽ പോരടിക്കട്ടെ. 24 മണിക്കൂറും കയ്യില് കൊന്തയോ തസ്ബീഹുമാലയോ അല്ലെങ്കിൽ രാമരാമ അതൊക്കെ ജപിച്ചുകൊണ്ട് നടന്നിട്ട് തൊട്ടപ്പുറം പോയിട്ട് സ്വന്തം ഈ മനുഷ്യന് ഇത്ര അമൂല്യമായ ഒരു മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നവന് അങ്ങനെ നിൽക്കണോ അതല്ലാതെ നിൽക്കണോ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അവരാണ് ഈ നൈമിഷികമായ നേട്ടങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. അതാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്നത്. നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചു നോക്കിയാൽ എല്ലാം നിങ്ങളുടെ പുറകെ വരും. ഒരുപാട് സമയമൊന്നും വേണ്ട. നിങ്ങൾ ചിന്തിച്ചു തുടങ്ങി, നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങി, നിങ്ങൾ അങ്ങനെ ആയി, നിങ്ങൾ ഇതെല്ലാം കൂളായി നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറും. ചുരുങ്ങിയ നാളുകൾ അത്ഭുതങ്ങൾ, മിറാക്കിൾസ് സംഭവിക്കും. അത്ഭുതങ്ങൾ സംഭവിക്കും. സന്തോഷമായിട്ട് ഇവിടുന്ന് ജീവിച്ച് മരിച്ചു പോവാം. സന്തോഷമായിട്ട് ഇന്ന് മരിച്ചാലും സന്തോഷത്തോടുകൂടി പോവാ. സന്തോഷത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി പോവാ. ആണെങ്കിലും പോകൂലേ? പോകുമ്പോ സന്തോഷത്തോടുകൂടി പോയി കഴിഞ്ഞാൽ എന്നെ രസമായിരിക്കും. എന്ത് രസമായിരിക്കും. നമ്മളൊരു യാത്ര പോകാൻ പോവാണ്, ഒരു ടൂർ പോകാൻ പോവാണ്. ആകെ ചപ്പിച്ചറിഞ്ഞ് ആകെ വിഷമിച്ച് ഒന്നും നേടാൻ ആകെ ബുദ്ധിമുട്ടി ആ സീറ്റേ കയറിയിരുന്ന് യാത്ര ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കി. സീറ്റേ കയറിയിരുന്ന് യാത്ര ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കി. കുറെ പറഞ്ഞു സന്ദീപ് സാർ, ഇനി വീണ്ടും വിശദീകരിക്കണേ. എന്നാലും ഞാൻ പറയാം, നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങളുടെ ഒരു യഥാർത്ഥ ശക്തി, നിങ്ങളൊരു വെളിച്ചമാണ്. നിങ്ങൾ കണ്ണാടിയിൽ നോക്കും, എന്നിട്ട് കണ്ണാടിയിൽ നിങ്ങളുടെ മുഖം കാണാതെ നിങ്ങളുടെ ആത്മാവിനെ ഒന്ന് കാണുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതം ഒന്ന് വിലയിരുത്തുക. ചെറുപ്പത്തിൽ നിങ്ങൾ ജിജ്ഞാസയുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഭയങ്കര സസ്പെൻസ് ഉണ്ടായിരുന്നു, കൗതുകം ഉണ്ടായിരുന്നു, ഇതെല്ലാം ഒന്ന് വിലയിരുത്തുക. അതിനുശേഷം നിങ്ങൾ ഈ ജീവിതത്തിൽ നേടിയ വിഷമങ്ങളും സങ്കടങ്ങളും നേട്ടങ്ങളും എല്ലാം ഒന്ന് ചിന്തിക്കുക. അതൊന്നും അല്ല, അതിനെല്ലാം അപ്പുറത്തുള്ള ഒരു പ്രകാശമാണ്, അതിനെല്ലാം അപ്പുറത്തുള്ള ഒരു ശക്തിയാണ്, അനന്തമായ ഒരു ശക്തിയാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് കണ്ണാടിയിലൊന്ന് നോക്കി അല്ലെങ്കിൽ ഒന്ന് കണ്ണടച്ചിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഒരു വെളിച്ചമുണ്ട് എന്നുള്ളത് മനസ്സിലാവും. ആ വെളിച്ചമാണ് നിങ്ങൾ. ഞാൻ കുറച്ചുകൂടി വ്യക്തമാക്കി നിങ്ങൾക്ക് ഒരു ചെറിയ കഥ പറഞ്ഞു തന്നിട്ട് പെട്ടെന്ന് നമുക്ക് നമ്മുടെ പ്രോസസ്സിലേക്ക് പോവാം. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കഥയിലൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഒരു മലഞ്ചെരുവിൽ, ഞാൻ എപ്പോഴും പറയും പോലെ നല്ല പ്രകൃതി ഭംഗി മുട്ടിട്ട് നിൽക്കുന്ന ചെറിയ മഞ്ഞൊക്കെ തലോടുന്ന ഒരു മലഞ്ചെരുവിൽ സമീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, സമീർ ഇദ്ദേഹം ഭയങ്കര അസ്വസ്ഥനായിരുന്നു. എന്താണ് ഈ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് അറിയാൻ പാടില്ല. ആകെ വിഷമം, കടങ്ങള്, ഭയങ്കര ബുദ്ധിമുട്ട്, പണിയെടുത്തിട്ടുണ്ടെങ്കിലും ചെലവിനൊന്നും തികയുന്നില്ല. എല്ലാ കാര്യങ്ങളും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്വപ്നങ്ങൾ, എനിക്ക് അതാവണം ഇതാവണം, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ആകെ വിഷമങ്ങളും സങ്കടങ്ങളും, തന്റെ ജീവിതം തന്നെ ആകെ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. ആകെ കൂടിക്കുഴഞ്ഞു കിടക്കുകയാണ് എന്ന് തോന്നുകയാണ്. സമാധാനമില്ലാത്ത ഒരു കൊടുങ്കാറ്റാണ് തന്റെ ജീവിതം എന്നാണ് സമീർ വിശ്വസിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഇതിന്റെ ഉത്തരങ്ങൾക്കായി എന്ത് ചെയ്യണം ഈ ജീവിതത്തിൽ രക്ഷപ്പെടാൻ, പോസിറ്റിവിറ്റി ഉണ്ടാക്കാൻ, മോട്ടിവേഷൻ ഉണ്ടാക്കാൻ, സന്തോഷം ഉണ്ടാക്കാൻ, നിത്യമായ ഒരു സമാധാനം എനിക്ക് വേണം. ആ സമാധാനം അന്വേഷിച്ച് ഇദ്ദേഹം യാത്ര ചെയ്യും. പലയിടത്തും തേടി, ഒരുപാട് അലഞ്ഞു, ക്ഷീണിതനും ഭയങ്കരമായിട്ട് അന്വേഷിച്ച് നടന്നു. മഞ്ഞു മൂടിയ പാതയിലൂടെയും വെയിൽ മൂടിയ സ്ഥലങ്ങളിലൂടെയും മരുഭൂമിയിലൂടെ എല്ലാം അന്വേഷിച്ചു. അവസാനം അദ്ദേഹം മീര എന്ന് പറയുന്ന ഒരു മിസ്റ്റിക്കിന്റെ അടുത്ത്, ഒരു സന്യാസിനിയുടെ അടുത്ത്, ആരാണ് മനുഷ്യൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ അതീവ വിദഗ്ധയായിരുന്നു ഈ മീര എന്ന സന്യാസി. ഒരു മനുഷ്യൻ ആരാണ് എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ മീരയുടെ ഒരു കുടിലാണ് ഒരു പർവ്വതത്തിന് ഒരു മലഞ്ചെരുവിൽ ഒരു കുടിലാണ് ഈ മീര എന്ന് പറയുന്ന സന്യാസിനി ജീവിച്ചുകൊണ്ട്. അപ്പൊ അവിടെ സമീർ ചെന്നപ്പോ ഇങ്ങനെ തൂവെള്ള മുടിയൊക്കെ ആയിട്ട് വളരെ ശാന്തമായൊരു മുഖത്തോട് കൂടിയിട്ട് സന്യാസിനി ഇരിക്കുകയാണ്. ചെറിയൊരു പുഞ്ചിരിയോടുകൂടി. ദേഷ്യമില്ല, കലാപമില്ല, തെറിയില്ല, ചീത്തയില്ല, ഒന്നുമില്ല. പുഞ്ചിരിയോടുകൂടി ഇവിടെ വന്ന് സമീർ തന്റെ ദുഃഖങ്ങളുടെയും വിഷമങ്ങളുടെയും സങ്കടങ്ങളുടെയും കെട്ടഴിച്ചിട്ട്, ഞാൻ ആകെ കഷ്ടത്തിലാണ്, വിഷമത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, കഷ്ടപ്പാടിലാണ്, ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല, പല ആഗ്രഹങ്ങളുണ്ട്, പല സ്ഥലത്തും എത്തിച്ചേരുന്നുണ്ട്, ഒന്നും ശരിയാവുന്നില്ല, ഡെയിലി കാര്യങ്ങൾ പോലും നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കടങ്ങളാണ്, ബന്ധങ്ങളെല്ലാം ഭയങ്കര പ്രശ്നമാണ്, സ്നേഹിക്കുന്ന പെണ്ണുമായിട്ട് എന്നും അടിയാണ്, ഒരു പ്രശ്നമില്ല, ആ പെണ്ണും വേറെ ഇതായി, ഒരാൾ ഇട്ടിട്ട് പോയി, തേച്ചിട്ട് പോയി, അതിന്റെ എല്ലാം ടെൻഷനിലാണ്. ഈ ഭാര്യയുള്ളവരാണെങ്കിൽ അങ്ങനെ തിരിച്ചോ, വീട്ടില് പ്രശ്നങ്ങളാണ്, കുടുംബത്തിൽ പ്രശ്നമാണ്, മക്കളുമായിട്ട് പ്രശ്നമാണ്, മക്കള് പ്രശ്നങ്ങളിലാണ്, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചു. മീര ഒന്നും മിണ്ടിയില്ല, സന്യാസിനി ഒന്നും മിണ്ടിയില്ല. അതിയെ സമീറിനെ ആ കുടിലുള്ള ഒരു മുറിയിലേക്ക് കൊണ്ടു. അവിടെ ഒരു വലിയ കണ്ണാടി വെച്ചിരുന്നു, ഒരു വലിയ കണ്ണാടി, മെഴുകുതിരി ഇങ്ങനെ ചുറ്റും കത്തിച്ചു വെച്ച് അതിങ്ങനെ നൃത്തം ചെയ്യുന്നത് പോലെ, കണ്ണാടിയിൽ കിടന്ന് നൃത്തം ചെയ്യുന്നത് പോലെ സമീറിന് ഫീൽ ചെയ്തു. മീരയുടെ മുഖം പൂർണ്ണമായിട്ടും ശാന്തമായിരുന്നു. ആ കണ്ണാടിയിലേക്ക് നീ ഒന്ന് നോക്കാൻ പറഞ്ഞു സമീർ. കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവൻ ആദ്യം കണ്ടത് അവന്റെ മുഖം തന്നെയാണ്. അവന്റെ ക്ഷീണിച്ച മുഖം, അവന്റെ കലങ്ങിയ കണ്ണുകൾ, അവന്റെ ആകെ വിഷമിച്ച
ഞാൻ എല്ലാത്തിലും ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണല്ലോ എന്നുള്ള തോന്നലുള്ള ആദ്യം അവൻ അതിനെയാണ് കണ്ടത്. കുറച്ചു നേരം അവൻ ആ കണ്ണാടിയിലേക്ക് ഇങ്ങനെ നോക്കി നിന്നപ്പോൾ അവൻ മലഞ്ചെരുവിന് താഴെ ചിത്രശലഭങ്ങളെ കാണുന്ന, തുമ്പിയെ പിടിച്ച് കല്ലെടുപ്പിക്കുന്ന, അതിന്റെ പുറകെ എല്ലാം ഓടി നടക്കുന്ന എല്ലാത്തിനെയും കൗതുകത്തോടെ കാണുന്ന ഒരു കുട്ടിയായി അവൻ തന്നെ കണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവനിൽ പ്രതീക്ഷകൾ മുട്ടിട്ട് വളരുന്നതും അവന്റെ അഭിനിവേശം നിറയുന്നതും അവനൊരു സ്വപ്നജീവിയായി മാറുന്നതും അവന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം തേടി അവൻ ഓടുന്നതും അലയുന്നതും എല്ലാം അവൻ കണ്ടു. കുറച്ചു നേരം അങ്ങനെ നിന്ന് കണ്ണാടിയിലേക്ക് നോക്കി നിന്നപ്പോൾ അവന്റെ കോപം കൊണ്ട് ജ്വലിക്കുന്നതും പലരോടും വഴക്കുണ്ടാക്കുന്നതും പലരെയും ചീത്ത വിളിക്കുന്നതും പരസ്പരം പോരടിക്കുന്നതും ആരെങ്കിലും പറഞ്ഞാൽ അപ്പൊ തന്നെ അതിന് മറുപടി കൊടുക്കുന്നതും മറുപടി കൊടുത്തില്ലെങ്കിൽ സമാധാനം കിട്ടാത്തതും സ്നേഹത്തിന്റെ ചില നിമിഷങ്ങളും അതോടൊപ്പം തന്നെ ഭയമുള്ള നിമിഷങ്ങളും, നാളെ എന്താകും, കഴിഞ്ഞുപോയ ദിവസങ്ങൾ എന്തായിരുന്നു, നാളെ എന്താവും, പിന്നെ കുറെ കഴിഞ്ഞുപോയ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം അവൻ കണ്ടു. പക്ഷെ അവൻ വീണ്ടും ആ കണ്ണാടിയിലേക്ക് നോക്കി നിന്നപ്പോൾ അവൻ ആകെ പേടിച്ചു ഭയന്നിരുന്നതെല്ലാം കണ്ടിട്ട്. അപ്പോഴും മീര പറഞ്ഞു, നീ ആ കണ്ണാടിയിലേക്ക് തന്നെ നോക്കി. വീണ്ടും കുറെ നേരം അവൻ ആ കണ്ണാടിയിലേക്ക് നോക്കിയിരുന്നപ്പോൾ അവൻ ആ കണ്ട എല്ലാ ചിത്രങ്ങളും മങ്ങി തുടങ്ങി. എല്ലാ ചിത്രങ്ങളും മങ്ങി തുടങ്ങി. അവൻ ആ കണ്ട എല്ലാ മുഖങ്ങൾക്കും എല്ലാ വിഷമങ്ങൾക്കും സങ്കടങ്ങൾക്കും താഴെ അപ്പുറത്ത് ഒരു പ്രകാശം, മൃദുവായതും തിളക്കമുള്ളതും ശുദ്ധിയും മിന്നി മറയാത്തതുമായ ഒരു പ്രകാശം. അതൊന്നും വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു പ്രകാശം മാത്രം. സമീർ ഒന്ന് പേടിച്ചു. ഭയത്തോടുകൂടി മീരയോട് ചോദിച്ചു, എന്താണ് ഈ വെളി, എന്താണ് ഈ വെളി? അപ്പോ മീര പറഞ്ഞു, സമീറിനോട് പറഞ്ഞു, ഈ വെളിച്ചമാണ് നിന്റെ ചിന്തകളല്ല, നിന്റെ ഭയങ്ങളല്ല, നിന്റെ സ്വപ്നങ്ങളല്ല, എപ്പോഴും ഉണ്ടായിരുന്നതും ഇനി എന്തും ഉണ്ടായിരിക്കുന്നതുമായ ആ സത്തയാണ് നീ. ആ സത്തയാണ്. സമീറിന്റെ ഉള്ളിൽ ഒരു ഇളം ചൂടൊരു അനുഭവപ്പെടാൻ തുടങ്ങി. കണ്ണുകൾ നിറഞ്ഞു. ദുഃഖത്തിന്റെ കണ്ണുനീരല്ല, തിരിച്ചറിവിന്റെ കണ്ണുനീർ. തിരിച്ചറിവിന്റെ കണ്ണുനീർ. ഇത് ഞാനായിരുന്നല്ലോ, എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ, ഇപ്പോഴാണല്ലോ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് എന്ന കണ്ണുനീർ. അപ്പോൾ അവന്റെ ഉള്ളിൽ പറഞ്ഞു, ഞാൻ ഇതെല്ലാം കണ്ടെത്തിയെങ്കിലും അവൻ മന്ത്രിച്ചുകൊണ്ടിരുന്നു, എനിക്ക് ഭയമായിരുന്നു, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴും മീര പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എത്ര തെറ്റ് ചെയ്തിട്ടെങ്കിലും ആ വെളിച്ചം നിന്നെ വിട്ടുപോയിട്ടില്ല. എത്ര ഇരുണ്ട മേഘങ്ങളായാലും ആകാശത്തിൽ സ്പർശിക്കപ്പെടാതെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നീ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര കഠിനമായ തെറ്റ് നീ ചെയ്തിട്ടുണ്ടെങ്കിലും, നിങ്ങളുടെ ഉള്ളിലെ ആ സാക്ഷി, നിങ്ങളുടെ ഉള്ളിലെ ആ നിങ്ങളാകുന്ന യഥാർത്ഥ സ്വരൂപം അതിപ്പോഴും പൂർണ്ണമായിട്ടും ശുദ്ധമാണ്. നിങ്ങളെ തിരിച്ചറിയും. ഇത് തിരിച്ചറിയുന്നിടത്താണ് 100 പേരെ കൊന്ന ആൾക്ക് വരെ പുറത്തു കൊടുക്കപ്പെടുന്നത്. അത് തിരിച്ചറിയുന്നിടത്താണ് 100 പേരെ കൊന്ന ഒരാൾക്ക് പുറത്തു കൊടുക്കുന്ന ഒരു കഥ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ദൈവം പുറത്തു കൊടുക്കുന്ന ഒരു കഥ. ഇത് 100 പേരെ കൊന്നിട്ട് അദ്ദേഹം പോയി ചോദിക്കുവാണ്, ഒരു ഗുരുവിനോട് ചോദിക്കുവാണ്, ഞാൻ 100 പേരെ കൊന്നു, എനിക്ക് എന്തെങ്കിലും ഒഴിവുണ്ടോന്ന് ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയുമ്പോ ആ ഗുരുവിനെയും കൊല്ലണം. 101 പേരെ. വീണ്ടും അദ്ദേഹം സഞ്ചരിച്ച് മുന്നോട്ട് പോകുമ്പോ ഒരാൾ പറയുവാണ്, നീ പശ്ചാത്തപിച്ചാ മതി, നിനക്ക് അതുകൊണ്ട് നീ ദൂരേട്ട് പോകും, വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി നിന്റെ ഇപ്പോഴുള്ള ഇതൊന്നും, ആ കഥയിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നിന്റെ ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങളൊന്നും അലട്ടാത്ത ഒരു സ്ഥലത്ത് പോയി നീ ജീവിക്കുക എന്ന് ഈ 100 പേരെ കൊന്ന ആളോട് പറയുന്നുണ്ട്. അങ്ങനെ ഇയാൾ യാത്ര പുറപ്പെടുകയാണ്. യാത്ര പുറപ്പെട്ട് ഒരു വഴി എത്തിയപ്പോൾ ഇദ്ദേഹം മരണപ്പെട്ടു പോയി. ഉടനെ നരകത്തിലേക്കുള്ള മലക്കുകൾ വന്നു, സ്വർഗത്തിലേക്കുള്ള മാലാഖമാർ എങ്ങോട്ട് കൊണ്ടുപോകണം ഡിസ്കഷനായി. അപ്പൊ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വന്ന മാലാഖമാർ പറഞ്ഞു, ഇയാൾ മനം മാറിയ ആളാണ്, ഇയാൾ തിരിച്ചറിഞ്ഞ ആളാണ്, ഇയാൾ സ്വർഗത്തിൽ പോകേണ്ടവനാണ്. ഇല്ല, ഇയാൾ 101 പേരെ കൊന്നവനാണ്, ഇയാളെ നരകത്തിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. നരകത്തിലെ മാലാഖം. അത് ഈ കഥകൾക്കൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അർത്ഥം വെറുതെ ഇങ്ങനെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അർത്ഥം മനസ്സിലാവില്ല. അവിടെ നിന്നാണ് ഇങ്ങനെ നമ്മളെ അവിടെ നിന്ന് അവർ തീരുമാനം എടുക്കുകയാണ്. ഈ മാലാഖമാർ തമ്മിൽ ചർച്ച ചെയ്തിട്ട് ഡിസ്കഷൻ ചെയ്തിട്ട് തീരുമാനം എടുക്കുകയാണ്, നമുക്കൊന്ന് അളക്കാം. ഇയാൾ തെറ്റ് ചെയ്തിരുന്ന നാട്ടിൽ നിന്ന് ഇയാൾ നന്മയ്ക്ക് വേണ്ടി പോയ നാട്ടിലേക്ക് കൂടുതലാണ് പോയിട്ടുള്ളതെങ്കിൽ ഇയാളെ നമുക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ മാലാഖമാർ അളന്നു നോക്കുമ്പോൾ ഇയാൾ കുറച്ചു ദൂരം സ്വർഗത്തിലേക്ക് പോകാനുള്ള ദൂരത്തിലേക്ക് പിന്നിട്ട് കഴിഞ്ഞു. അങ്ങനെ ഇയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് തെറ്റുകൾ ചെയ്ത ഒരു സ്ത്രീക്ക് നായക്ക് വെള്ളം കൊടുക്കുമ്പോൾ ദൈവം പുറത്തു കൊടുക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ പ്രകാശത്തെ, അത് നിങ്ങൾ ചെയ്ത തെറ്റൊന്നും തെറ്റല്ല, അതെല്ലാം വെറുക്കപ്പെടുന്നതാണ് എന്നുള്ള സത്യം, പ്രപഞ്ച സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണോ നിങ്ങളെ തിരിച്ചറിയുന്നത്, നിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് പ്രോസസ്സിലേക്ക് കിടക്കാം. എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, വളരെ കൂളായി. ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഞാൻ സറണ്ടർ എന്ന് പറയുമ്പോൾ പോലീസുകാരന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ സറണ്ടർ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഓക്കെ, സറണ്ടർ എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ട് സറണ്ടർ അല്ലെങ്കിൽ വെടിവെക്കും എന്ന് പറയുന്നത് ഓർമ്മ വരരുത്. സറണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ഈഗോസിനെയും എല്ലാ വികാരങ്ങളെയും ഒന്ന് പോയി കംപ്ലീറ്റ്ലി നിങ്ങളെ ഒന്ന് അനുവദിക്കുക. നിങ്ങളൊന്ന് കൂളാവാൻ വേണ്ടി, നിങ്ങൾ കംപ്ലീറ്റ്ലി ഒന്ന് ഫ്രീ ആകാൻ വേണ്ടി നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും അനുവദിക്കുക എന്നുള്ളതാണ് സറണ്ടർ എന്ന് പറയുന്ന വാക്കുകൊണ്ട് വ്യക്തമാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ സറണ്ടർ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഇമോഷൻസും വികാരങ്ങളും ഒക്കെ കുറച്ചു നേരത്തേക്ക് വിട്ടിട്ട് ഫ്രീ
ഫ്രീ ആയിട്ട് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിട്ട്